ഹലോ ഹൈദരാബാദ്, വെൽക്കം ടു ഫുഡ് റാലി. ഹൈദരാബാദിലെ മലയാളി രുചിയിടങ്ങൾ തേടിയുള്ള ഫുഡ് റാലിയുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് സഫിൽഗുഡയിലാണ്. സഫിൽഗുഡയിലുള്ള സ്വാദോസൽ കേരള റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇന്ന് ചെല്ലുന്നത്. ഈ റെസ്റ്റോറന്റ് മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വേസ്റ്റ് ഐറ്റംസിൽ നിന്നും ഇവരുണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് തന്നെയാണ്. ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളിൽ നിന്ന് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ കണ്ടാൽ ആരിലായാലും ആശ്ചര്യം ജനിച്ചു പോകും. ഈ കാണുന്ന കഥകളിയുടെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള വേസ്റ്റ് ഐറ്റംസിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത്രയ്ക്കും സുന്ദരമാണ്. കേരള സ്റ്റൈൽ ഭക്ഷണം മാത്രമല്ല, നല്ല നാടൻ സ്റ്റൈലിലുള്ള അടിച്ച ചായയും ഇവിടെ ലഭിക്കുന്നതാണ്. ഇവരുടെ മെനു നോക്കുകയാണെങ്കിൽ നാടൻ സ്റ്റൈലുള്ള പലവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ പാൽപ്പൊറോട്ട ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിരുന്നു. പക്ഷേ ഇത് ഒരു ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ഒരു ഊണും ഒരു ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റെസ്റ്റോറന്റ് ഇന്റീരിയർ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, വേസ്റ്റ് ഐറ്റംസിൽ നിന്നുള്ള ക്രാഫ്റ്റ് വർക്ക്സ് ആണെങ്കിലും ഒരു കേരള തനിമ നിലനിർത്താൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ മുന്നിലേക്ക് ചിക്കൻ ബിരിയാണി എത്തിച്ചേർന്നു. നാടൻ സ്റ്റൈലുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. വൈഫ് പറഞ്ഞത് ഒരു ഫിഷ് മീൽസ് ആയിരുന്നു. അതിനുള്ള വാഴയില ആദ്യം എത്തി, അതിനുശേഷം ഓരോ ഐറ്റംസ് അവർ വിളമ്പിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വാഴയിലേക്ക് കണ്ടപ്പോൾ ഓണം വരികയാണല്ലോ, പെട്ടെന്ന് ഒരു നൊസ്റ്റാൾജിക് ഫീൽ അങ്ങ് മനസ്സിൽ വന്നു. ആദ്യം വിളമ്പിയത് ഒരു ഉള്ളിച്ചമ്മന്തി ആയിരുന്നു, അതിനുശേഷം നാരങ്ങാച്ചാറ്, പിന്നെ അവിയലായിരുന്നു, അതിനുശേഷം ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു. അങ്ങനെ തൂശനിലയിൽ ഇതെല്ലാം വിളമ്പി കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഇനി വരാനുള്ളത് ചോറാണ്. അങ്ങനെ ചോറ് വന്നു, സാമ്പാർ വന്നു, മീൻകറി വന്നു, തൈര് വന്നു, ഫിഷ് ഫ്രൈ വന്നു. അങ്ങനെയെല്ലാം വന്ന സ്ഥിതിക്ക് നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മൾ ചിക്കൻ ബിരിയാണിയിലേക്കാണ് കടന്നത്. ചിക്കൻ ബിരിയാണിയിൽ ഒരു പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നു, അതുപോലെ 2 നല്ല വലിയ പീസായിരുന്നു ചിക്കൻ്റെ. ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നാടൻ സ്റ്റൈലുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ബിരിയാണിയിൽ നിന്ന് കിട്ടിയിരുന്നത്. സംഭവം കൊള്ളാം. ക്വാണ്ടിറ്റി വൈസ് നോക്കിയാൽ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബിരിയാണി. നിങ്ങൾ ഹൈദരാബാദിൽ ഇതുപോലെയുള്ള നാടൻ സ്റ്റൈലുള്ള ബിരിയാണിയൊക്കെ ഇങ്ങനെ ഇതുപോലെ ചിക്കനൊക്കെ കാട്ടിച്ച് കുറച്ച് കഴിക്കുമ്പോണ്ടല്ലോ നമുക്കൊരു സുഖമുണ്ട്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഊണിലേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി മീൻകറി ആയിരുന്നു. ഊണ് നല്ല കേരള തനിമയുള്ള ഒരു ഊണ് തന്നെ എന്ന് പറയാം. ഫിഷ് ഫ്രൈ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. നല്ല തുമ്പപ്പൂ പോലെയുള്ള ചോറ്, ഇതുപോലെ തൂശ് നിലയിൽ സാമ്പാറും മീൻകറിയും കൂടി കഴിക്കുമ്പോൾ ഒരു തനി നാടൻ കേരള സ്റ്റൈൽ ഊണ് കഴിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഊണും ബിരിയാണിയും നമ്മൾ വയറ് നിറച്ച് കഴിച്ച് മനസ്സ് നിറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സ്റ്റൈലിലുള്ള ചായക്കടയിലൊക്കെ കാണുന്ന പോലെ ചുല്ലും കൂട്ടിലിട്ട് വെച്ചിരിക്കുന്ന 4 മണി പലഹാരങ്ങളാണ്. ഉച്ചക്കത്ത് ഊണും കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും നമ്മൾ ഐറ്റംസ് പാഴ്സലായിട്ട് മേടിച്ചു പോകും വൈകിട്ടത്തെ ചായ. അതുപോലെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് പാഴ്സൽ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അടച്ചുപൂട്ടിയ സഫിൽഗുഡ റെയിൽവേ ഗേറ്റിനടുത്തുള്ള സ്വാദോസൽ കേരള റെസ്റ്റോറന്റ് ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.